ഈ വീഡിയോയിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ്, പ്രത്യേകിച്ച് ഗാസയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഡെവലപ്മെൻറ്റ്, ഗാസയിൽ വലിയൊരു മിലിറ്ററി ബേസ്, അമേരിക്കൻ മിലിറ്ററി ബേസ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സൈലൻ്റ് ആയിട്ട് തന്നെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ മറ്റുള്ള ലോകരാജ്യങ്ങളൊന്നും തന്നെ അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നില്ല. കാരണം മറ്റൊരു സൈഡിൽ ഇറാൻ അമേരിക്ക കോൺഫ്ലിക്റ്റ്, മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു കോൺഫ്ലിക്റ്റ് നടക്കുന്നതുകൊണ്ട് തന്നെ ഈ വിഷയം ശ്രദ്ധിക്കപ്പെടുന്നില്ല. പക്ഷേ മിലിറ്ററി ബേസുമായിട്ട് ബന്ധപ്പെട്ട സന്നാഹങ്ങൾ ഗാസയ്ക്ക് തൊട്ടടുത്ത് തന്നെ ഒരു എൻട്രൻസിൽ റെഡിയാക്കി ഏതാണ്ട് പൂർണ്ണസജ്ജമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ്, ജെറഡ് കുഷ്നർ, ഒബിയസ്ലി ഇസ്രായേലിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതുപോലെ തന്നെ പഴയ UK പ്രൈം മിനിസ്റ്റർ ടോണി ബ്ലെയർ, ഇവരൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും പങ്കാളികൾ. ഗാസയെ ഒഴിപ്പിക്കും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ജെറഡ് കുഷ്നർ പറയുന്നുണ്ട്. അതായത് ജെറഡ് കുഷ്നർ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷൻ ഇല്ലാതെ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയില്ല. അൽബേനിയയിൽ ജെറഡ് കുഷ്നറിൻ്റെ പ്രോജക്റ്റ് പരാജയപ്പെട്ടതിനെ തുടർന്ന് വീണ്ടും ഗാസയിലേക്ക് ഫോക്കസ് ചെയ്യാണ്. ഗാസ സ്ട്രിപ്പ്, അവരുടെ പഴയ റിവേരിയ പ്ലാൻ, അതിലേക്ക് തന്നെ മടങ്ങി വരികയാണ്. ഗാസയിൽ 22 ലക്ഷം ജനങ്ങളുണ്ട് മൊത്തത്തിൽ. അതിൽ ഒരു 1 ലക്ഷത്തിലധികം ആൾക്കാർ ഈ യുദ്ധത്തിനിടയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. വീണ്ടും 2 ലക്ഷത്തിലധികം ആൾക്കാർ അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ആയി പോയിട്ടുണ്ട്, മറ്റു പല രാജ്യങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 19 ലക്ഷം, 20 ലക്ഷത്തിന് താഴെയാണ് ഇപ്പം ഗാസയിലെ പോപ്പുലേഷൻ. അപ്പോൾ ഇത്രയും ആൾക്കാരെയും ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഇതെങ്ങനെ നടത്തിയെടുക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഈ കക്ഷികളുടെയൊക്കെ ആ ഒരു പ്രോജക്റ്റ് ഓഫ് ഗാസ റിവേരിയ. അൽബേനിയയിലാണെന്നുണ്ടെങ്കിൽ ജെറഡ് കുഷ്നർ ഇപ്പോൾ ഐലൻഡ് വിട്ടുകൊടുത്തെങ്കിലും അവർ പൂർണ്ണസമ്മതത്തോടു കൂടിയല്ല വിട്ടു നൽകിയത്. എന്നാലും അൽബേനിയയുടെ പ്രസിഡന്റ് രാജിവെക്കുന്നത് വരെ പ്രതിഷേധം തുടരുമെന്ന് പറഞ്ഞിട്ട് അൽബേനിയയ്ക്കുള്ളിൽ പ്രതിഷേധം തുടരുകയാണ്. അതുപോലെ POK മേഖലയിൽ 6ാമത്തെ ദിവസമായിട്ട് പ്രതിഷേധം ശക്തമായ രീതിയിൽ നടക്കുന്നുണ്ട്. ഇന്നലെയും പാക് പട്ടാളം അവിടെ വെടിവെപ്പ് നടത്തിയിട്ടുണ്ട്. അതിൽ 10-15 ആൾക്കാരിലധികം കൊല്ലപ്പെട്ടിട്ടുണ്ട് POKയിൽ. അതവിടെ തുടരുന്നുണ്ട്. അതേപോലെ ബലൂചിസ്ഥാൻ മേഖലയിൽ പാകിസ്ഥാൻ്റെ പട്ടാളത്തിനും അതേപോലെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്കും തമ്മിൽ ഭയങ്കര അടി എന്ന് പറഞ്ഞാൽ വൻ ഏറ്റുമുട്ടൽ. പാകിസ്ഥാൻ്റെ ആർമിയുടെ ആംഡ് വെഹിക്കിൾസൊക്കെ ഓട്ടിച്ചിട്ടടിക്കുകയാണ്. ശരിക്കും തോക്കെടുത്ത് വെടിവെക്കുന്നു, കല്ലെടുത്തെറിയുന്നു. അങ്ങനെ പട്ടാളക്കാരെ ഈ പരിസരത്ത് വന്നു പോരുതെന്നാണ് പറയുന്നത്. അതിലുപരിയായിട്ട് 12 പാകിസ്ഥാൻ പട്ടാളക്കാരെ കൊലപ്പെടുത്തി അവരെ തിരികെ നൽകിയിട്ടുണ്ട്, അവരുടെ മൃതശരീരം. ഇതാണ് പാകിസ്ഥാൻ്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം. ഇതിനിടയ്ക്ക് പാകിസ്ഥാൻ ഇന്ത്യ വെള്ളം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വല്ലാത്ത രീതിയിൽ പരാതിയുമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ പ്രസിഡന്റ് ഷഹബാസ് ഷെരീഫ് 24 മണിക്കൂറിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഡീൽ ഒപ്പുവയ്ക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞ് രണ്ടാമത്തെ 24 മണിക്കൂർ കഴിയാറായി. ഇപ്പോൾ 3ാമത്തെ 24 മണിക്കൂറിലേക്ക് കടക്കാൻ പോവുകയാണ്. എന്നിട്ടും ഇതുവരെ ഡീൽ സൈൻ ചെയ്തിട്ടില്ല. ഇതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയപ്പെടുന്നത് ഇറാൻ്റെ ഉള്ളിൽ ഹാർഡ് കോർ IRGC ഫോളോവേഴ്സ്, ഇറാനും അമേരിക്കയും തമ്മിൽ പുതുതായിട്ട് രൂപപ്പെടുന്ന ഈ ഡീലിനെ അവർ അംഗീകരിക്കുന്നില്ല, അവർക്ക് സമ്മതമില്ല. അതുകൊണ്ട് ഇറാൻ്റെ ഉള്ളിൽ തെഹ്റാനിൽ, മെഷാദിൽ, നിരവധി സിറ്റികളിൽ IRGC കോർ ബിലീവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ പ്രതിഷേധിക്കുന്നുണ്ട്. അമേരിക്ക ഏതെല്ലാം തരത്തിൽ നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ട്, നമ്മളുടെ സുപ്രീം ലീഡറിനെ വരെ വധിച്ച ശൈത്താൻ ടീമുകളാണ് അമേരിക്ക. അവരോടൊപ്പം പോയിട്ട് നമ്മൾ ഡീൽ സൈൻ ചെയ്യുമോ? ഇത് നടക്കുന്ന കാര്യമല്ല.
നമ്മൾ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തിന് നമ്മൾ അമേരിക്കയുടെ കീഴിൽ പോയിട്ട് ഡീൽ സൈൻ ചെയ്യണം? അവർക്ക് വേണമെങ്കിൽ അവർ തിരികെ പൊക്കോട്ടെ, നമ്മൾ എന്തിനാണ് ഡീൽ സൈൻ ചെയ്യുന്നത് എന്നുള്ള തരത്തിലാണ് ഇറാനിയൻ ജനങ്ങൾ, പ്രത്യേകിച്ച് IRGCയുടെ അനുഭാവികൾ, അബ്ബാസ് അരാക്ചിയുടെ വീട് കേന്ദ്രീകരിച്ച് ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. അരാക്ചിക്കെതിരെയുള്ള ഘോഷങ്ങളാണ് ഈ പ്രതിഷേധത്തിൽ ഉടനീളം മുഴങ്ങിക്കേൾക്കുന്നത്. ഇപ്പം ഹാർഡ് കോർ IRGC മെമ്പേഴ്സായിട്ടുള്ള ഗാലിബാഫ് ഉൾപ്പെടെയുള്ള ആൾക്കാർ മിണ്ടുന്നില്ല. അതായത് അവർ ഡിപ്ലോമാറ്റിക് ഡെസിഷനാണ് എടുത്തിരിക്കുന്നത്. അതായത് ഈ ഡീല് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അരാക്ചിയുടെ തലയിൽ ഇരുന്നോട്ടെ. ഇനി അഥവാ ഈ ഡീല് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അത് IRGCക്ക് ക്രെഡിറ്റ് ആയിട്ട് ഇരുന്നോട്ടെ എന്നുള്ള തരത്തിലുള്ള നിലപാടാണ് IRGC കോർ ബിലീവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ളത്. IRGCയുടെ മെമ്പേഴ്സിനും അത് തന്നെയാണ് അഭിപ്രായം. അതുകൊണ്ട് ഇറാൻ്റെ ഉള്ളിൽ ശരിക്കും അരാക്ചിക്കെതിരെയുള്ള പ്രതിഷേധം നടക്കുന്നുണ്ട് ഈ ഇറാൻ ഡീൽ സൈൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. ഇറാനാണെന്നുണ്ടെങ്കിൽ സൈൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ്, വിലയിരുത്തൽ നടത്തിക്കൊണ്ടിരിക്കുന്നു, പഠിക്കുന്നുണ്ട്, റാറ്റിഫിക്കേഷൻ നടത്തുകയാണ്, ഞങ്ങൾ സൈൻ ചെയ്യും, മേ ബി ഇന്നെന്തായാലും സൈൻ ചെയ്യില്ല, നാളെ മറ്റന്നാൾ, അങ്ങനെ കുറച്ച് ടൈം വേണം എന്നുള്ള രീതിയിൽ ആക്കി തീർത്തിരിക്കുകയാണ്. ഇപ്പം ഇതിനകത്ത് സൈൻ ചെയ്യുമോ ചെയ്യില്ലയോ എന്നുള്ളതൊക്കെ ഇനി കണ്ടറിയണം. ഇതാണ് നിലവിലെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഡീലിൻ്റെ അവസ്ഥ. ഈ സാഹചര്യത്തിൽ ഇസ്രായേലാണെന്നുണ്ടെങ്കിൽ ടയർ എന്ന് പറഞ്ഞ റീജിയനിൽ 7 മേഖലകൾ കേന്ദ്രീകരിച്ച് അതിനെ 7ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്ത് അവിടെ അറ്റാക്ക് നടത്തുകയാണ്. 10 വില്ലേജുകൾക്ക്, ഇന്നലെ 20 വില്ലേജുകൾ, ഇന്ന് അഡീഷണൽ ആയിട്ട് 10 വില്ലേജുകൾ കൂടി ഒഴിഞ്ഞു പോകാനുള്ള ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് ഇസ്രായേൽ. ശക്തമായ ആക്രമണം ടയർ റീജിയൻ കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്നത് ഇസ്രായേൽ ബെയ്റൂത്തിൽ കയറി അടിക്കുന്നതാണ്. ബെയ്റൂത്തിൽ ഹെസ്ബുള്ളയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് തന്നെയാണ് അടിച്ചത്. അതായത് ഇന്ന് പീസ് ഡീൽ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ കൃത്യമായിട്ട് അവർ ബാക്കി വെച്ചിരുന്ന ബെയ്റൂത്ത് എന്ന് പറഞ്ഞ സ്ഥലം, ദയ്യ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹെസ്ബുള്ളയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. നിരവധി ഏരിയകൾ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ടയർ എന്ന് പറഞ്ഞ റീജിയനിൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതേപോലെ ബെയ്റൂത്ത് കേന്ദ്രീകരിച്ചായിരുന്നു മൊത്തത്തിലുള്ള അറ്റാക്ക്. മൊത്തത്തിൽ ട്രംപിന്റെ പ്ലാനിനെ അടിച്ച് പൊളിച്ച് പൊട്ടിച്ച് പാളിസാക്കി കൈ കൊടുത്തിരിക്കുകയാണ് ഇസ്രായേൽ. ഇപ്പം ഗാലിബാഫ് പറഞ്ഞിരിക്കുന്നത് അമേരിക്കയെ വിശ്വാസത്തിൽ ഞങ്ങൾ എടുക്കുന്നില്ല, ബെയ്റൂത്തിൽ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടന്ന സ്ഥിതിക്ക് ഡീൽ ഒപ്പിടുന്നത് ഞങ്ങൾ ഒന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഇറാന്റെ സൈഡിൽ നിന്നും വരുന്ന കൺഫർമേഷൻ. ട്രംപ് ആണെങ്കിൽ ഇസ്രായേൽ ഇങ്ങനെ അറ്റാക്ക് നടത്താൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിഷമത്തിൽ ഒരു വലിയ പേജ് ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ എഴുതി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ സൈഡിൽ ആഡ് ചെയ്യാം, നിങ്ങൾ വായിച്ചു നോക്കൂ. ഇതാണ് നിലവിലെ ഇറാൻ അമേരിക്ക ഡീലിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഡെവലപ്മെൻറ്റ്, നിർണായകമായിട്ടുള്ള ഡെവലപ്മെൻ്റ് ആണ്. ഞാനിത് പണ്ടേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇസ്രായേൽ ഒരു സ്ഥലം ക്ലിയർ ആയിട്ട് സ്കെച്ചിട്ട് വെച്ചിരിക്കുന്നുവെങ്കിൽ അവർ കൃത്യമായിട്ടുള്ള ടാർഗറ്റ് കണ്ടെത്തിയിട്ടാണ് അവിടെ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ടാർഗറ്റ് സർവൈവ് ചെയ്തിരിക്കാൻ അവർ ഒരിക്കലും അനുവദിക്കില്ല. അവർ പ്ലാൻ ചെയ്യുന്ന സ്ഥലം അവർ അറ്റാക്ക് നടത്തിയിരിക്കും. മുൻകാല ചരിത്രം അങ്ങനെ തന്നെയാണ് തെളിയിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ഞാൻ ആവർത്തിച്ച് ഒരാഴ്ചയ്ക്ക് മുമ്പ് പറഞ്ഞത്, ഇസ്രായേൽ കൃത്യമായിട്ട് ബെയ്റൂത്തിനെ അടിക്കും എന്നുള്ളത്. അത് ഉറപ്പാണ്. അവരിത് അടിച്ച് പൊളിച്ച് കളഞ്ഞിരിക്കുകയാണ് ഇപ്പം. അതുപോലെ റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഉക്രൈൻ റഷ്യയ്ക്കുള്ളിൽ വീണ്ടും ഒരു എണ്ണപ്പാടം അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അത് നിന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യ അതേപോലെ തന്നെ ഉക്രൈൻ്റെ ഉള്ളിൽ ഒരു വെപ്പൺ മാനുഫാക്ചറിങ് യൂണിറ്റ്, അതായത് അവരുടെ ആമേർഡ് വെഹിക്കിൾസ് ഒക്കെ റിപ്പയർ ചെയ്യുന്ന കേന്ദ്രം, അതുപോലെ തന്നെ ഡ്രോൺ അസംബ്ലിങ് യൂണിറ്റ്
ഇതെല്ലാം ചേർന്ന വലിയൊരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ആയുധ നിർമ്മാണ ഫാക്ടറിയാണ്. ആ ഫാക്ടറിക്കുള്ളിൽ കൃത്യമായിട്ട് റഷ്യയുടെ ഡ്രോൺ കടന്നു ചെന്ന് കൃത്യമായിട്ട് അതെല്ലാം നോക്കി വിലയിരുത്തി അവിടെ ഒരു പൊട്ടിത്തെറി സംഭവിച്ചിട്ടുണ്ട്. ഉക്രൈനും റഷ്യയും അത്തരത്തിൽ ആക്രമണങ്ങൾ തുടരുകയാണ്. G7 സബ്മിറ്റിൽ പ്രൈം മിനിസ്റ്റർ മോദി മാക്രോൺ വാം വെൽക്കം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രംപും മോദിയും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി ശക്തമായ കണ്ടംപ്റ്റ് രേഖപ്പെടുത്തും. അതായത് ഇന്ത്യയുടെ കപ്പലുകൾ 4 കപ്പലുകൾക്കെതിരെയാണ് ഇന്ത്യൻ കപ്പലുകൾക്കെതിരെ അമേരിക്ക ആക്രമണം നടത്തിയത്. അത് ഇൻക്ലൂഡിങ് റഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് എണ്ണ കൊണ്ടുവന്ന ഒരു കപ്പലേയും കൂടി ഇവർ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഇന്ത്യക്ക് വരാനിരുന്ന 4 കപ്പലുകൾക്കെതിരെയാണ് അമേരിക്ക അറ്റാക്ക് നടത്തിയത്. അതുപോലെ 3 ഇന്ത്യൻ സെയിലേഴ്സ് കൊല്ലപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ട്രംപിൻ്റെ അടുത്ത് കണ്ടംപ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അറിയില്ല, ഇതൊക്കെ ചർച്ചകളൊക്കെ നടന്നതിന് ശേഷം ഏതാണ്ട് 17 മാസങ്ങൾക്ക് ശേഷമാണ് ട്രംപും മോദിയും തമ്മിൽ ഒരു കൂടിക്കാഴ്ച വരുന്നത്. അപ്പോൾ ഇതിൽ എന്തെല്ലാം വിഷയങ്ങൾ ചർച്ചയാകുമെന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ല. നമ്മളും അതിനെ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ്. കാരണം ഒരുപാട് പ്രാധാന്യമുള്ളൊരു മീറ്റിംഗ് ആയിട്ട് ഇത് മാറും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ലെറ്റ് us see. ട്രംപ് ആണെന്നുണ്ടെങ്കിൽ ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോജക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ആഗ്രഹം തന്നെ ഇപ്പോൾ വരില്ല. കാരണം ഞങ്ങളുടെ B2 ബോംബർ വെച്ചിട്ട് നമ്മൾ ആ സ്ഥലങ്ങളൊക്കെ അടിച്ച് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവർ തന്നെ അതിൻ്റെ എൻട്രൻസ് ഒക്കെ മൈനിങ് ചെയ്ത് ഡെമോളിഷ് ചെയ്തിട്ടിരിക്കുകയാണ്. അവർക്ക് തന്നെ ആ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ആഗ്രഹമില്ലാത്ത അവസ്ഥയിൽ ഇറാനെ അമേരിക്ക എത്തിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ എഴുതുന്നുണ്ട്. അതിനെ തുടർന്ന് ഈ ഡീൽ സൈൻ ചെയ്യാൻ ഇറാൻ കാണിക്കുന്ന ആ ഒരു ഒരുപാട് ഡിലേ ആയി കഴിഞ്ഞാൽ ഞങ്ങൾ അഗ്രസീവായിട്ട് പെരുമാറേണ്ടി വരും എന്നുള്ള രീതിയിലൊക്കെ ട്രംപിന് ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് മാറ്റി പറയേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഏത് രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ളത് നമുക്ക് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. പക്ഷേ ഇറാൻ്റെ ഉള്ളിൽ ശക്തമായിട്ടുള്ള എതിർപ്പുണ്ട്. ഒരേ ഒരു സ്ഥലത്ത് ഇസ്ഫഹാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഏരിയയിൽ മാത്രം റൈസ പെലവി അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു ഫ്ലാഗ് അവിടെ ഉയർത്തപ്പെട്ടിട്ടുണ്ട്. അതായത് ഫൈനൽ ബാറ്റിൽ എന്നുള്ള രീതിയിലുള്ള ഒരു മുദ്രാവാക്യമായിട്ടാണ് റൈസ പെലവി അനുകൂലിച്ചുകൊണ്ടുള്ള കുറച്ച് യുവാക്കൾ അവർ ഇസ്ഫഹാൻ്റെ ഒരു ഐസൊലേറ്റഡ് ഏരിയയിൽ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട്, അതായത് IRGCക്കെതിരെ അതുപോലെ തന്നെ അമേരിക്ക യുദ്ധം നടത്തുന്നതിനെതിരെ ഒരു വീഡിയോ, ഒരു ഫുട്ടേജ് ഇറാൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ എടുത്ത് പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് അതേപോലെയുള്ള ഫോറിൻ രാജ്യങ്ങളിൽ ശക്തമായ രീതിയിൽ IRGCക്കെതിരെയുള്ള പ്രതിഷേധം ഇറാനുമായിട്ട് ഈ തീവ്രവാദ രജീമുമായിട്ട് കോംപ്രമൈസിലേക്ക് പോകുന്ന അമേരിക്കക്കെതിരെയും അതുപോലെ IRGC റെജീമിനെ ഇത്തരത്തിൽ എൻ്റർടൈൻ ചെയ്യരുത് എന്നുള്ള രീതിയിൽ അതിനെതിരെയുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് പല രാജ്യങ്ങളുടെ ഉള്ളിലും പ്രതിഷേധം നടക്കുന്നുണ്ട്. അത് IRGCക്കെതിരെയുള്ള പ്രതിഷേധം, പ്രത്യേകിച്ച് ഈ ഡീൽ നടത്തരുത് എന്നുള്ള രീതിയിലുള്ള പ്രതിഷേധം. ഇതാണ് നിലവിലുള്ളൊരു സിറ്റുവേഷൻ. ഇനി നമ്മൾ ഈ ഗാസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ച് ഡീപ്പായിട്ട് കുറച്ച് വിഷയങ്ങൾ പറയേണ്ടതുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ 2-3 ഫൂട്ടേജസ് ഒക്കെ ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്യാം. ആദ്യമേ തന്നെ ജരദ് കുഷ്ണറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഇതിനകത്ത് കേൾക്കേണ്ടതുണ്ട്. അത് ഞാനിവിടെ വെക്കുന്നുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് കേട്ടോളൂ, ക്വിക്കായിട്ട് കേട്ടിട്ട് വന്നോളൂ. വളരെ ക്വിക്കായിട്ടുള്ളൊരു ബൈറ്റാണ്. In Gaza's waterfront property, it could be very valuable to if people would focus on kind of building up livelihoods. You think about all the money that's gone into this tunnel network and into all the munitions. If that would have gone into education or innovation, what could have been done? And so I think that it's a little bit of an unfortunate situation there. But I think from Israel's perspective, I would do my best to move the people out and then clean it up. But I don't think that Israel has stated that they don't want the people to move back there afterward. The thing that I would try to do if I was Israel right now is I would just bulldoze something in the Negev. I would try to move people in there. I know that won't be the popular thing to do, but I think that that's a better option to do so that you can go in and finish the job. ജരദ് കുഷ്ണറിന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കേട്ടല്ലോ. ഇതാണ് അവരുടെ ബിസിനസ് പ്ലാൻ. ട്രംപിന്റെ ഗാസ അധിനിവേശ പദ്ധതിയെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഗാസയ്ക്ക് തൊട്ടടുത്ത് തന്നെ ഒരു അമേരിക്കൻ ബേസ് അമേരിക്ക നിർമ്മിക്കുന്നത് പ്രധാനമായിട്ട്. അൽബേനിയയുടെ മെഡിറ്ററേനിയൻ ആ ഒരു ട്രംപ് ഹോസ്പിറ്റാലിറ്റി പ്ലാൻ പരാജയപ്പെട്ടതിനെ തുടർന്ന് നേരെ ട്രംപ് ഈജിപ്തിനെയും ഖത്തറിനെയും തുർക്കിയും കീ കൊടുത്ത് വിടുകയാണ് ഹമാസിനെ വിളിച്ചിട്ട് ചർച്ച നടത്താൻ. അങ്ങനെ ഹമാസിനെ ഈജിപ്തിലേക്ക് വിളിച്ചു വരുത്തുന്നു. നിങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങണം എന്നുള്ള രീതിയിൽ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. ഹമാസ് അംഗീകരിക്കുന്നില്ല.
വീണ്ടും ഇസ്രായേൽ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ ഗാസയിൽ തുടങ്ങിയിട്ടുണ്ട്. ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിൽ 60% എന്നുള്ള ആ ഒരു ഒക്കുപേഷൻ 70% വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഗാസയ്ക്കുള്ളിൽ. ഗാസ എന്ന് പറഞ്ഞത് വളരെ ചെറിയൊരു പോർഷനായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പ്രഖ്യാപിത വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അവിടെ തുടരുന്നത്. അവിടെ ഇതുവരെ ആക്രമണങ്ങൾ നിർത്തണമെന്നോ അല്ലെങ്കിൽ ഈ ഗാസ പീസ് അക്കോർഡിലേക്ക് പറഞ്ഞതുപോലെ എല്ലാ രാജ്യങ്ങളും വന്ന് പങ്കെടുത്ത് യുദ്ധം നിർത്തണം, ഇല്ലെങ്കിൽ ഹമാസിനെ അവിടെ നിന്ന് പറഞ്ഞയക്കണം, അവിടുത്തെ ജനങ്ങൾക്ക് സുരക്ഷിതമായിട്ടുള്ള ജീവിതം ഒരുക്കണം എന്നുള്ള തരത്തിലുള്ള ഒരു നീക്കങ്ങളും ഈ ഗാസ പീസ് അക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നില്ല. പക്ഷേ ഗാസ റിവേരിയയുമായിട്ട് ബന്ധപ്പെട്ട പ്ലാൻ നടക്കുന്നുണ്ട്. ഞാനിവിടെ കാണിക്കുന്ന ഇമേജ് ശരിക്കും ആ ബേസിൻ്റെ ഇമേജാണ്. അമേരിക്കൻ ബേസ് ഗാസയുടെ തൊട്ടടുത്ത്, ഗാസയ്ക്ക് അടുത്ത് തന്നെ ഇസ്രായേലിൻ്റെ ബോർഡറും ഗാസയും കൂടി ബോർഡർ ഷെയർ ചെയ്യുന്ന ഏരിയയിലാണ്, റീം എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയിലാണ് ഈ ബേസ് പണിതിരിക്കുന്നത്. ഗാസ എൻവലപ്പ് എന്നാണ് ഇതിൻ്റെ ഒരു പേര് കൊടുത്തിരിക്കുന്നത്. ജൂൺ 13 ഇസ്രായേൽ ഹയോം എന്ന് പറഞ്ഞ പത്രമാണ് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ലേഖനം പുറത്തിറക്കിയിരിക്കുന്നത്. ഇസ്രായേൽ ഹയോം എന്ന് പറഞ്ഞ ഇസ്രായേലി പത്രമാണ് ഇതിനെക്കുറിച്ച് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്, ഇതിനെക്കുറിച്ച് വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. അത് റീം സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ സെറ്റിൽമെൻറ്റിൻ്റെ തൊട്ടടുത്താണ് ഈ ബേസ് നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാ സംഘടനകൾക്കും അതേപോലെ തന്നെ എല്ലാ രാജ്യങ്ങളുടെ ഇൻ്റർനാഷണൽ കോൺടാക്ട് പോയിന്റ് എന്നുള്ള നിലയിലാണ് ഇതൊരു സൈനിക സിവിലിയൻ താവളമായിട്ട് പ്രവർത്തിക്കുമെന്നാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. ഈ എല്ലാ രാജ്യങ്ങളും പറഞ്ഞ് ഉദ്ദേശിക്കുന്നതാണ് ഈ ഗാസ പീസ് അക്കോർഡിൽ മെമ്പറായിട്ടുള്ള രാജ്യങ്ങൾ. അതുപോലെ തന്നെ ഗാസയ്ക്ക് വേണ്ടിയിട്ട് സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫോഴ്സ് അതിൽ കുറേ രാജ്യങ്ങളെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതിൽ അസർബൈജാൻ, പാകിസ്ഥാൻ ഇവരൊക്കെ ഡൗട്ട്ഫുള്ളാണ്. അവരൊന്നും ഇപ്പം സൈനികരെ അയക്കുമെന്നുള്ള പ്രതീക്ഷയില്ല. പക്ഷേ മറ്റുള്ള ഇന്തോനേഷ്യ ഉൾപ്പെടെയുള്ള അൽബേനിയ, ഇന്തോനേഷ്യ അങ്ങനെ കുറച്ച് രാജ്യങ്ങളുണ്ട്. അപ്പോൾ അവരൊക്കെ ട്രൂപ്പിനെ അയക്കാമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ അതിനെ തുടർന്ന് ഇറാൻ വാർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോൾ പരമാവധി രാജ്യങ്ങൾ ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിന് വേണ്ടിയിട്ട് അവരുടെ സോൾജേഴ്സിനെ അയക്കാൻ തയ്യാറല്ല. അത് അവർ തുറന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ അമേരിക്കൻ ബേസുമായിട്ട് ബന്ധപ്പെട്ട് മറ്റുള്ള രാജ്യങ്ങളൊന്ന് സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അവിടെ ഇസ്രായേലിൻ്റെ ആർമിയും അതേപോലെ അമേരിക്കൻ ആർമിയുമാണ് ഏറ്റവും കൂടുതൽ അവിടെ പ്രവർത്തിക്കുന്നത്. ഗാസയെ ഒരു ഹൈടെക് ടൂറിസം ബിസിനസ് കേന്ദ്രമായിട്ട് മാറ്റിയെടുക്കണം എന്നാണ് ട്രംപിൻ്റെ ആഗ്രഹം. അത് നടപ്പിലാക്കാനാണ് ജറദ് കുഷ്ണർ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചത്. അതിലുപരിയായിട്ട് ട്രംപിൻ്റെ ഒരു ക്ലിപ്പ്, ട്രംപും നെതന്യാഹുവും സെക്കൻഡ് ടൈം അമേരിക്കയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയ സമയത്ത് അവർ പ്രഖ്യാപിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെന്റും കൂടി ഞാനിവിടെ വെക്കാം. അതും കൂടി വെക്കുമ്പോഴേ ഈ ഗാസയിൽ എന്താണ് പ്ലാൻ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. The US will take over the Gaza Strip and we will do a job with it too. We'll own it and be responsible for dismantling all of the dangerous unexploded bombs and other weapons on the site, level the site and get rid of the destroyed buildings, level it out, create an economic development that will supply unlimited numbers of jobs and housing for the people of the area. Do a real job, do something different. Just can't go back. If you go back, it's going to end up the same way it has for 100 years. ഇസ്രായേലിൻ്റെ കിരിയത് ഗാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതിന് മുമ്പ് അമേരിക്കയുടെ ചെറിയ ബേസ് ഉണ്ടായിരുന്നു. ആ ബേസ് ഇപ്പോൾ ഒഴിവാക്കിക്കൊണ്ട് അമേരിക്കയുടെ ഒരു ടോട്ടൽ സെൻട്രൽ ബേസ് ആയിട്ട് മാറ്റുകയാണ് ഈ ഗാസയ്ക്ക് അടുത്തുള്ള ഇസ്രായേലിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഈ പുതിയ റീം സെറ്റിൽമെൻറ്റിൻ്റെ അടുത്ത് അമേരിക്ക സ്ഥാപിച്ചിരിക്കുന്ന ഈ ബേസ്. ഇവിടെ ഏറ്റവും ഉയരം കൂടിയ ഒരു കമാൻഡ് കൺട്രോൾ ടവർ ഇവിടെ സ്ഥാപിക്കുമെന്നാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. ഉയരം കൂടിയ ഒരു കൺട്രോൾ കമാൻഡ് ടവർ. അവിടെ നിന്ന് കംപ്ലീറ്റ് ഗാസയെ നിരീക്ഷിക്കും. ഫുൾ സർവൈലൻസ് ക്യാമറ. ആരെങ്കിലും എവനെങ്കിലും ഒരു ചെറിയ ഒരു തോക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വെടിക്കോപ്പുകളോ എന്തെങ്കിലും പൊക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അപ്പോഴേ അവിടെ തട്ടും, ഉറപ്പാണ്. ആ രീതിയിലാണ് ഈ ടവർ അവിടെ പൊന്തുന്നത്. പിന്നെ ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിന് വേണ്ടിയിട്ട് പണിയെടുക്കാൻ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഈ ബേസിൽ താമസിക്കാം. അതിന് വേണ്ടിയിട്ടുള്ള താമസ സൗകര്യം ഇവിടെ ഒരുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആത്യന്തികമായി നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഗാസ റീകൺസ്ട്രക്ഷൻ അത് നടക്കില്ല. ഗാസയുടെ ഒരു ഫൂട്ടേജ് ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മസ്റ്റായിട്ട് കാണേണ്ട ഒരു ഫൂട്ടേജാണ്. ഒരു 1 മിനിറ്റ് 18 സെക്കൻഡ് ഫൂട്ടേജാണിത്. ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടോളൂ. ഞാൻ വേണമെങ്കിൽ കുറച്ച് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അത്ര ക്വിക്കായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ October 7, 2023 മുമ്പുള്ള ഗാസയും ഇപ്പോൾ ഉള്ള ഗാസയും അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഇമേജ് ഞാനിവിടെ ആഡ് ചെയ്യാം. അത്ര ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നിങ്ങൾ ഇപ്പോഴത്തെ ആ ഒരു ഫൂട്ടേജ് നിങ്ങൾ കണ്ടു നോക്കൂ. അത് ശരിക്കും പറഞ്ഞാൽ ഗാസ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ നിങ്ങൾ ഈ ഫൂട്ടേജ് കണ്ടല്ലോ, ഇതാണ് ഗാസയുടെ അവസ്ഥ. എന്താണ് ഇതിന് കാരണം? ഈ October 7, 2023 ഇസ്രായേലിൻ്റെ ഉള്ളിൽ കടന്നു കയറി നടത്തിയ തീവ്രവാദ ആക്രമണം. അതിൻ്റെ കാരണമാണ് ഗാസ ഇങ്ങനെ ആയിത്തീർന്നിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ കണ്ടിട്ടും പലരും പറയും വിജയിച്ചു, അത് ഇസ്രായേലിന് ഗാസയെ പിടിക്കാൻ പറ്റുന്നില്ല. ഗാസയെ പിടിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഇസ്രായേൽ ഇതിൽ കൂടുതൽ അറ്റാക്ക് നടത്തി കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞ 19 ലക്ഷം ജനസംഖ്യയില്ലേ, അതുണ്ടാവില്ല. ഇസ്രായേൽ കണ്ണും പൂട്ടി അറ്റാക്ക് നടത്തി കഴിഞ്ഞാൽ മുന്നറിയിപ്പുകൾ കൊടുക്കാതെ, പ്രിക്വേഷണറി നോട്ടീസ് കൊടുക്കാതെ, ഇവാക്വേഷൻ നടത്താതെ അറ്റാക്ക് നടത്തുന്നു എങ്കിൽ ഇപ്പോൾ 10 ലക്ഷമായിട്ട് ചുരുങ്ങിയേനെ ഗാസയിലെ ജനസംഖ്യ.
ഇത്തരം മെഷർമെൻറ്റുകൾ നടത്തിക്കൊണ്ട് അവിടെ എയ്ഡും കൊടുത്തുകൊണ്ട് ഫുഡ് ഭക്ഷണം ഹെൽത്ത് ഇതെല്ലാം തന്നെ അവിടെ ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള അറ്റാക്കാണ് ഇസ്രായേൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മീൻസ് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു അറ്റാക്ക്. ആ രീതിയിലുള്ള പ്രത്യാക്രമണങ്ങൾ ഇസ്രായേൽ നടത്തുന്നത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഗാസയിൽ 19 ലക്ഷം ജനങ്ങളെങ്കിലും ഉള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ അതിപ്പോൾ ചുരുങ്ങി 10 ലക്ഷമായിട്ട് മാറിയായിരിക്കും. കാരണം അമ്മാതിരിയുള്ള അറ്റാക്കാണ് നടത്തുന്നത്. ഈ ഇസ്രായേലിൻ്റെ ബോംബിംഗ് വളരെ ശക്തമായിട്ട് റെസിഡൻഷ്യൽ മേഖലയിൽ നടത്തുമ്പോഴും ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ആൾക്കാർ മാക്സിമം ഒഴിഞ്ഞു പോകാനുള്ള മുന്നറിയിപ്പുകൾ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ പൊതുജനങ്ങൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുമ്പം ഈ ഹമാസ് മെമ്പേഴ്സും അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്നത്. അതുകൊണ്ടാണ് ഇവന്മാർ രക്ഷപ്പെട്ട് മാറി സ്കിപ്പായി കളിക്കുന്നത്. അതുകൊണ്ട് ഇസ്രായേൽ സ്പെസിഫിക് ആയിട്ട് ഡ്രോൺ വെച്ചിട്ട് അവരെ പ്രിസൈസ് അറ്റാക്ക് നടത്തി വധിക്കേണ്ട സാഹചര്യം വരുന്നത്. ഇത്തരത്തിലുള്ള വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു യുദ്ധമാണ് അവിടെ നടക്കുന്നത്. അതായത് ഗാസയെ പിടിച്ചടക്കാൻ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് പിടിച്ചടക്കാൻ. ഇപ്പോഴും വളരെ റോങ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് വെച്ച് പുലർത്തുന്ന കുറേ ആൾക്കാരുണ്ട്. ഗാസയെ ഇതൊരു പിടിച്ചടക്കാൻ കഴിഞ്ഞിട്ടില്ല, ലെബനാനെ കീഴടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആൾക്കാർ. പക്ഷെ അതൊക്കെ ഈ യുദ്ധത്തിനെ കുറിച്ചുള്ള റോങ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് വരുന്ന കൺക്ലൂസീവ് സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അല്ലാതെ അത് വേറൊന്നുമല്ല. ഈ ഗാസ റിവേരിയ പ്ലാൻ അത് ഇൻഡയറക്റ്റ് ആയിട്ട് നടപ്പിലായിക്കൊണ്ടിരിക്കുന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.